ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളം കോവിഡ്-19 പ്രതിരോധിച്ച് ഇതാ മുന്നേറുന്നു, 100% വിജയത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് കേരളത്തിന്റെ മക്കൾക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വാർത്ത ചെയ്തിരിക്കുന്നത്. അതായത് കേരളം രക്ഷപ്പെടും, കേരളം മാത്രം രക്ഷപ്പെടും എന്നുള്ള വാർത്ത ലഭിക്കുമ്പോൾ ഇത്തിരി സങ്കടമുണ്ട് എന്നുള്ളതും കൂടി കൂട്ടിച്ചേർക്കുകയാണ്. കൊച്ചു കേരളം ആരോഗ്യ രംഗത്തെ മിടുക്ക് കാണിച്ചപ്പോൾ, കൊച്ചു കേരളം കൃത്യമായ ഇടപെടലുകൾ കോവിഡ്-19 വിഷയത്തിൽ നടത്തിയപ്പോൾ, കൊച്ചു കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു. ആദ്യം കോവിഡ്-19 സ്ഥിരീകരിച്ചവരടക്കം കൊച്ചു കേരളത്തിൽ നിന്ന് രോഗം ഭേദമായി പുറത്തു പോകുന്ന ഏറ്റവും പുതിയ കാഴ്ചകൾ പുറത്തു വരുമ്പോൾ, കൊച്ചു കേരളം മാത്രം ഇന്ത്യയിൽ രക്ഷപ്പെടുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരിടത്ത് സന്തോഷവും മറ്റൊരിടത്ത് ചെറിയ ദുഃഖവും ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പോലും നമുക്ക് കൊച്ചു കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിൽ സന്തോഷിക്കാതെ വയ്യ. കാരണം ആദ്യം കോവിഡ്-19 സ്ഥിരീകരിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. അങ്ങനെ ഒരു സ്ഥിരീകരണം കൊച്ചു കേരളത്തിൽ ഉണ്ടായപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ നമ്മളെ നോക്കിയിട്ട് ചിരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. ചില സംഘീയ മാധ്യമങ്ങളടക്കം കൊച്ചു കേരളത്തിൽ സംഭവിച്ച കോവിഡ്-19 വർഗീയവൽക്കരിച്ചിട്ടുമുണ്ട്. ഇവിടെ കൊറോണയല്ല, ഇനി ഏത് മഹാമാരി വന്നു കഴിഞ്ഞാലും പ്രതിരോധിച്ച് കണ്ടം വഴിയോടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ആർജവത്തോടെ തെളിയിച്ചിരിക്കുകയാണ് കൊച്ചു കേരളം. അതായത് നേരത്തെ മഹാരാഷ്ട്രയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ, ഡൽഹിയുടെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ, അതുപോലെയുള്ള മറ്റു സംസ്ഥാനങ്ങളിലെ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ, കൊച്ചു കേരളമായി താരതമ്യം ചെയ്യുമ്പോൾ അവരൊക്കെ ഒരുപാട് പിന്നിലോട്ട് പോകുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നുള്ളത്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ 357 പേർക്ക് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് പ്രകാരം കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 97 ആളുകൾ ഇതിൽ നിന്നും കൊറോണയെ ഭേദിച്ചുകൊണ്ട് രോഗം ഭേദമായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നുപോയിട്ടുണ്ട്. അതായത് 35% ആളുകളും കൊറോണയെ ഭേദിച്ച് രോഗം ഭേദമായി ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കാഴ്ച കേരളം നൽകുമ്പോൾ, 1135 കോവിഡ്-19 സ്ഥിരീകരിച്ച മഹാരാഷ്ട്രയില് 117 ആളുകൾ മാത്രമാണ് അവരുടെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ളത്. അതായത് രോഗം ഭേദമായിട്ട് പോയിട്ടുള്ളത് 10% ആളുകൾ മാത്രമാകുമ്പോൾ കേരളത്തിൽ 35% ആളുകൾ വളരെ ചുരുങ്ങിയ സ്ഥിരീകരണത്തിൽ അതിൽ നിന്നും ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളതാണ്. മരണനിരക്ക് മഹാരാഷ്ട്രയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 72 മരണങ്ങൾ, അതായത് 8-10% ആളുകൾ മഹാരാഷ്ട്രയിൽ മരണപ്പെടുമ്പോൾ കേരളത്തിൽ വെറും 2-3% ആളുകൾ മാത്രമേ മരണപ്പെടുന്നുള്ളൂ. ഇതൊക്കെ കൊച്ചു കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇനി നമ്മളൊക്കെ വിളിച്ചു പറയുന്ന വികസന നായകനായ അരവിന്ദ് കെജ്രിവാളിന്റെ ഡൽഹി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ 669 കേസുകൾ നിലനിൽക്കുമ്പോൾ, രോഗം സ്ഥിരീകരിച്ചവർ ഉണ്ടാകുമ്പോൾ അവിടെ ജീവിതത്തിലേക്ക് അഥവാ രോഗം ഭേദമായിട്ട് മടങ്ങിപ്പോയിട്ടുള്ളത് വെറും 21 പേർ മാത്രമാണ്. അവിടെയും മരണനിരക്ക് കൂടുതലാണ്, 9 പേർ. അങ്ങനെ നോക്കുന്ന സമയത്താണ് നമ്മുടെ കൊച്ചു കേരളം ഒരുപാട് മുന്നിലുള്ളത്. എത്രയും വേഗം തന്നെ, ഒരുപക്ഷെ ഏപ്രിൽ 14 തന്നെ കേരളം ലോക്ക്ഡൌണിനെ മറികടന്ന് പരിപൂർണ പഴയകാല ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുമെന്ന്. പക്ഷേ യു പിയുടെ അവസ്ഥയാണ് ഉറ്റുനോക്കുന്നുള്ളത്. യു പിയിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കുമ്പോൾ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഇടപെടലുകൾ ആരോഗ്യരംഗത്ത് നടത്താൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. കാരണം യു പിയുടെ ആരോഗ്യ മേഖലയെക്കുറിച്ച് അധികം സംസാരിക്കേണ്ടതില്ല. അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞ ഒരു ആരോഗ്യ മേഖല തന്നെയാണ് യു പിയിലുള്ളത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ യു പിയിൽ നിലവിൽ 4 മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 361 കേസുകൾ ഈ അടുത്തിട്ടാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ എത്രത്തോളം പ്രതിരോധം യോഗി ആദിത്യനാഥിന്റെ യു പിയിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. അവിടെ സമൂഹ വ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ കൈയെളുക്കുക തന്നെ മാത്രമായിരിക്കും അവസ്ഥ. അവിടെ നോക്കുമ്പോഴാണ് നമ്മുടെ കൊച്ചു കേരളം
ഒരുപാട് മുന്നിലുള്ളത്. ഒരു കേരളീയൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനത്തോടെ വിളിച്ചു പറയാം, നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.